പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈ ലൈവിൽ വരാൻ കാരണം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും. ഞാൻ പലപ്പോഴും പുരോഹിത വർഗത്തെയും അവർ ഈ പള്ളി പിടുത്തവും പള്ളി പുതുതായി നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, എന്താണ് ഈ 3 മേൽ കുർബാന, എന്താണ് 5 മേൽ കുർബാന, എന്തിന് കോവിഡ് സമയത്ത് 50 മേൽ കുർബാന വരെ നടത്തിയ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ഞാൻ അവർക്ക് എഴുതി, എന്തായി 50 നിർത്തുക, 101 ആയിരുന്നെങ്കിൽ അടിയന്തര കൂടെ നടത്താൻ നിങ്ങളെന്ന്. അതൊക്കെ പോട്ടെ മക്കളെ. ഇന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള റിഞ്ചു പി കോശിയച്ചനെ കുറിച്ച് ഓർത്തോ സഭയിലെ കണിയാനാണ്. ഇന്ന് അദ്ദേഹം ശരിയായിട്ട് കബഡി നിർത്തിയപ്പോൾ മനസ്സിലായി 3 ത്രോണോസിൻ്റെ ആവശ്യമില്ല, 1 ത്രോണോസിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന്. കാരണം ദൈവം അന്ന് സിഹിയോൻ മാളിയിൽ അപ്പവും വീഞ്ഞും വാട്ടി ശിഷ്യന്മാർക്ക് കൊടുത്തത് അതിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഈ കുർബാന ഈ കള്ളപ്പുരോഹിതന്മാർ അർപ്പിക്കുന്നത്. ഇവന്മാരെ ആരും ഏൽപ്പിച്ചതല്ല, ദൈവം ആരെ ഏൽപ്പിച്ചിട്ടല്ല. ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈവന്മാർ പറഞ്ഞു ഞങ്ങളെ അപ്പോസ്തലന്മാർ കൈമാറി ഞങ്ങളെ ഏൽപ്പിച്ചതാണെന്ന്. ഇവിടെ പോട്ടെ, എന്താട്ട് ഇവരുടെ ജീവൻ പ്രശ്നം അവർ ചെയ്തോട്ടെ. എന്തായാലും 3 മേലും 5 മേലും 50 മേലും ഒക്കെ കുർബാന നടത്തുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ കാണുന്നത് ഈ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് കഞ്ഞുവച്ചവരാണ്. അവരെല്ലാം ഒരു കയ്യ, പുരോഹിതനും മെത്രാനുമെല്ലാം. അവർ ഈ 3 മേൽ ഒരു ദേവാലയമുണ്ട്, ആ ദേവാലയത്തിൽ 3 ത്രോണോസ് ഉണ്ടെങ്കിൽ അവിടുത്തെ വികാരിക്ക് തോന്നും ഏതെങ്കിലും ഒരു വിശേഷ ദിവസത്തിൽ 3 മേൽ കുർബാന അല്ല 5 മേൽ കുർബാന 2 ത്രോണോസ് കൂടെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും, നമുക്ക് നടത്തണം. അത് കേൾക്കുമ്പോഴത്തേക്ക് വിശ്വാസികൾക്ക് വളരെ സന്തോഷമാണ്. അവർ വേണ്ടുന്നതെല്ലാം കൊടുത്താൽ സാധിക്കും. എന്നാൽ അതെന്തുകൊണ്ടാണ് ഈ വിശ്വാസികൾ, ഈ കള്ളവിശ്വാസികൾ, അതായത് ഈ പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും വാക്കേട്ട് നടക്കുന്നവന്മാർ ബൈബിൾ വായിക്കുന്നില്ല? അതുകൊണ്ടാണ്. അപ്പോഴേ ഈ വിശ്വാസികൾക്ക് വളരെ സന്തോഷമാണ്. പെരുന്നാളിന് 3 മേൽ കുർബാന അല്ലെ 5 മേൽ കുർബാന. ഞാനിത് കണ്ട ചേപ്പാട്ട് പള്ളിയിൽ ഒരു പെരുന്നാളിന് ഞാനവിടെ ചെന്ന് പെരുന്നാളിൻ്റെ അവസാന ദിവസത്തിന് മുമ്പത്തെ ദിവസം ഞാനവിടെ ചെന്ന് അവിടെ കുർബാന കഴിഞ്ഞപ്പോൾ വികാരി വിളിച്ചു പറയാ, നാളെ 5 മേൽ കുർബാനയാണ്. എന്തു സന്തോഷം! അതെന്തിനാ? ഈ കള്ളന്മാർ വിശ്വാസികളുടെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന കാശ് പുരോഹിതന്മാർ തമ്മിൽ വീതിച്ചെടുക്കാനായിട്ടാണ്. ഈ 5 മേലോ 3 മേലോ കുർബാന ചൊല്ലാൻ വരുന്നവർ, അവിടെ കുർബാന ചൊല്ലുന്നവർ ഒരുത്തരും ആ പള്ളിയിലെ വികാരി ആയിരിക്കില്ല. ഒരുത്തരും മറ്റുള്ള ഇടവകളിൽ നിന്ന് വരുന്നവരാണ്. പുരോഹിത മെത്രാനോ അവർക്ക് കൈമടക്ക് നന്നായി കൊടുക്കും, അവർ വീതിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെ ഇവരും ഇവരെ അങ്ങോട്ട് ക്ഷണിച്ച് കൈമടക്ക് വീതിച്ചു കൊടുക്കും. ഇതാണ് ഈ 5 മേലും 3 മേൽ കുർബാനയുടെ സത്യം. അതിന്ന് കണിയാൻ റിഞ്ചി പി കോശിയച്ചൻ പറയാതെ, അവനറിയത്തില്ല എങ്കിലും അവൻ കബഡി തെറിച്ചപ്പം മനസ്സിലായി ഈ 5 മേലിൻ്റെ 3 മേലിൻ്റെ ത്രോണോസിൻ്റെ ആവശ്യമില്ല, 1 ത്രോണോസ് മതി. അപ്പോൾ ഈ കണിയാൻ തന്നെ ചോദിക്കുക, അപ്പോൾ 3 മേൽ കുർബാന ചൊല്ലേണ്ട സമയത്തോ അതെന്തിനാണ് നാം പറഞ്ഞു കൊടുക്കുന്നില്ല? 3 മേൽ കുർബാനയുടെ ആവശ്യമില്ല, 3 ത്രോണോസിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം 1 ത്രോണോസിൻ്റെ ആവശ്യമുള്ളെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിന് പകരം അവൻ പറഞ്ഞു കൊടുക്കുക, ഈ 3 ത്രോണോസിലുള്ള ഈ കുർബാന എപ്പോൾ വീഞ്ഞു ഉള്ളത് ആ മെയിൻ മദ്ബഹായിൽ തന്നെ അങ്ങ് ത്രോണോസിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന്, അവിടെ വെച്ചാൽ മതിയെന്ന്.
ഞാൻ പറയുന്നത് കള്ളപ്പുരോഹിത വർഗമേ, നീയൊന്നും ഇനിയും നന്നാകത്തില്ല. നീ ഒന്നും ഒരു സത്യവും വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കത്തില്ല. അതിന് വിശ്വാസികൾക്ക് ഇഷ്ടവുമില്ല സത്യം കേൾക്കാൻ. കള്ളം പറയുന്നത് കേൾക്കാൻ വളരെ സുഖമാണ്. അതുകൊണ്ട് ഇവരാരെങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അവർ തന്നെ, വിശ്വാസികൾ തന്നെ ചിന്തിക്കണം. ബൈബിൾ വായിച്ചെങ്കിൽ എന്തിന് 3 ത്രോണോസ്? ഇപ്പൊ തന്നെ ഞാൻ കാണുന്ന വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയിലെ പോലെ ഒരിടത്തുമില്ല. കോടിമരത്തിൽ കോടി ഉയർത്തുമ്പോൾ അംശവസ്ത്രവും ധരിച്ച വലിയ കുരിശും പിടിച്ച് ദാരിദ്ര്യം ധൂപക്കുറ്റി വിശ്വാസം കുരിശ് കുമ്പിട്ട് ഈ ആരോടെ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ചോളി. നിങ്ങൾ ആ ബൈബിൾ പറഞ്ഞൊരു വാക്യം കൂടെ ഇടയ്ക്ക് ഓർക്കണം. നിങ്ങൾ ആരുടെ മുന്നിലാണ് മുട്ടുകുത്തേണ്ടതെന്ന്, അല്ലെങ്കിൽ ആരുടെ മുന്നിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് അവിടെ ചെണ്ടമേളവും മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. കൊടി ഉയർത്തുമ്പോഴത്തേക്ക് ഒരു മെത്രാനോ അല്ലോ പുരോഹിതനോ അവിടെ കയറ് പൊക്കുന്നിടത്ത് സെക്രട്ടറി ബാലെ പിടിച്ചു കൊടുക്കുന്നു, മറ്റവൻ മറ്റിടത്ത് പിടിച്ചു കൊടുക്കുന്നു. എന്തോ എനിക്കില്ല. ഈ ആഘോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ അപ്പൻ മരിക്കാൻ കിടന്നാൽ ഒരു തള്ളി വെള്ളം വായിലൊഴിച്ചു കൊടുക്കുന്നവനാണോ ഇവനൊക്കെ ഈ ഇവിടെ വന്ന് നിൽക്കുന്നവൻ? നിന്റെ പ്രവൃത്തി നീ ചെയ്യണം. ഈ കോടി എന്താണെന്നുള്ളത് നീ മനസ്സിലാക്കണം. കോടി വരും ഒരു അടയാളമാണ്, അതിന് വേറൊരു പ്രാധാന്യമില്ല. ഇന്നടത്ത് ഇന്ന ദേവാലയത്തിൽ എന്തോ വിശേഷം നടക്കുന്നു, അതിൻ്റെ ഇൻഡിക്കേഷനാണ് ആ കൊടിമരത്തിൽ ഉയർത്തുന്നത്. അല്ലാതെ ഒരു കുന്തമില്ല. അതിനും പുരോഹിതൻ മദ്ബഹായിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം ഈ പുരോഹിത വർഗത്തിന് അറിയത്തില്ല. അറിയാമെങ്കിലും അവരത് അംഗീകരിക്കുന്നില്ല. കാരണം ദൈവത്തെ അവിടുന്ന് ഇവർ ഇറക്കി ഓടിച്ചിരിക്കുകയാണ്. കാരണം സോദോം ഗൊമോറയെ അഗ്നിക്കിരക്ക് ആക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. അങ്ങനെയുള്ളവർ പോലുമാണ് ഇന്ന് പരിശുദ്ധ മദ്ബഹായിൽ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ ദൈവം അവിടെ വസിക്കുമോ? അവിടെ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ചുരുളഞ്ഞു വരികയാണ്. ഇനി ഇതല്ല, ഞാൻ പുത്തങ്കാവ് പള്ളിയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജയിക്കേണ്ട, അവർ ചെയ്യാതിരുന്നത് ജയിച്ചു. ഇപ്പോൾ പലതും അവർ ചെയ്യാതിരിക്കുക. കാരണം കള്ളൻ കാതോലിക്കായുടെ താങ്ങിയായി ഇപ്പോഴത്തെ വികാരി. അതുകൊണ്ട് അവനത് കാര്യമില്ല. ഞാൻ പള്ളി ചെന്നാലും ജോലി മണ്ണാനന്ദ ശുശ്രൂഷയ്ക്ക് പോയാൽ എന്നെ കണ്ടപ്പോൾ നോക്കത്തിൽ തിരിഞ്ഞങ്ങ് പോവും. അവരൊക്കെ ഞാൻ ചോദിക്കുന്ന, ഇവരൊക്കെ കറുത്ത കുപ്പായിടുന്ന എന്തിനാണ്? വക്കീലന്മാർ കോർട്ടിലോട്ട് പോകുമ്പോൾ വഴി കൂടെ പോകുമ്പോൾ കറുത്ത കോട്ട് ഇട്ടോണ്ടാണ് പോകുന്നത്. അതിങ്ങനെ ബട്ടൊന്നുമില്ല, ഇങ്ങനെ തുറന്നിട്ടോണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ആ നെക്കിൻ്റെ അവിടുത്തെ ഒരു ബട്ടൺ ഇട്ടിട്ട് ബാക്കി തുറന്നിട്ട് എല്ലാം കാണിച്ച് നിന്റെ അങ്ങനെയാണെങ്കിൽ സഹോദര, നിങ്ങൾ കുർബാന അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം വസ്ത്രങ്ങൾ ധരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രങ്ങളെല്ലാം തുറന്നു കാണിച്ചൊക്കെ നടക്കാമല്ലോ, അവിടെ കുർബാന അർപ്പിക്കാമല്ലോ. എന്തിനതെല്ലാം ഭദ്രമായി നിങ്ങൾ കെട്ടി ഉറപ്പിച്ച് വെക്കുന്നു? ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും കൊള്ളാം. ഞാൻ പിക്കോശിച്ച നീ ഇനിയും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിളിച്ചു പറയുന്ന കാലം വരും. അന്നും ഇനിയും ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതും സത്യമെന്ന് നീ വിളിച്ചു പറയും. അതിന് നീ കവടി നിരത്തിയിൽ നീ വരും. ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ.